നമസ്കാരം. മകരമാസം ആരംഭിക്കുകയാണ്. മാസാദ്യം, അതും ദേവന്മാരുടെ പകൽ ആരംഭിക്കുന്ന മാസാദ്യം. അതിനാൽ മകരം 1 എവിടെയും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളും അതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യവും നൽകുന്നതാകുന്നു. ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടം വന്നു ചേരുവാൻ സാധിക്കുന്ന പുതിയൊരു അവസരം കൂടിയാണ് ഇത്തരത്തിൽ മകരം 1 എന്ന കാര്യവും ഓർക്കുക. എന്നാൽ അയ്യപ്പസ്വാമിയുടെ കടാക്ഷത്താൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന മാസം കൂടിയാണ് മകരം 1 മുതൽ സംഭവിക്കുക. കാരണം അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ് മകരം 1. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്വാമിയുടെ കടാക്ഷത്താൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സ്വാമിയുടെ കടാക്ഷത്താൽ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. രാജയോഗ തുല്യമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രക്കാരായി പറയുവാൻ സാധിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. മേടക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ കടാക്ഷത്താൽ വളരെയധികം ഉയർച്ച ഇവർക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരുടെ പദവി ഉയരുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അധികാരമുള്ള ചുമതലകൾ, വളരെ പ്രാധാന്യമുള്ള ചുമതലകൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നും സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഇത്തരം വസ്തുക്കൾ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്ന് ചേരാവുന്നതാകുന്നു. പല കാര്യങ്ങളിലും വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇടവക്കൂറുകാരായ കാർത്തിക നാളുകാർക്ക് പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്ന് ചേരും. എന്നാൽ സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഗുരുജനങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത്. എന്നാൽ ചെലവ് അല്പം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ദോഷകരമായി തന്നെ ബാധിക്കും. ഈ സമയം ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലേക്ക് പല രീതിയിലുള്ള സന്തോഷങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. തൊഴിൽ മേഖലയിലും ഉയർച്ച നേടുവാൻ ഈ സമയം സാധിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കടാക്ഷത്താൽ നേട്ടങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഇത്. നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് എന്ന് പറയാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സന്ദർഭങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇഴഞ്ഞു നീങ്ങിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേഗത്തിലാക്കുവാൻ സാധിക്കും. അത് വീടിന്റെ നിർമ്മാണമാണ് എങ്കിൽ പോലും അത്തരത്തിൽ സാധിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. കൂടാതെ അയൽ ബന്ധങ്ങൾ രമ്യമായി തന്നെ തുടരുന്നതാകുന്നു. തൊഴിൽ തേടുന്ന വ്യക്തികളാണ് എങ്കിൽ ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഒരു പരിധിവരെ ഇത്തരം ദുരിതങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതാകുന്നു. പുതിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നതാണ്. ആ കാര്യങ്ങൾ വിജയം കാണുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതത്തിൽ വളരെയധികം ആലസ്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാകുന്നു. എന്നാൽ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള ആലസ്യം അകന്ന് പോകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക്
ദിശാബോധം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ദിശാബോധം വീണ്ടെടുക്കുവാനും പ്രവൃത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. ഔദ്യോഗികമായ പല കൃത്യനിർവഹണങ്ങളും നിങ്ങൾക്ക് ഭംഗിയായി തന്നെ നിറവേറ്റുവാൻ സാധിക്കും. സ്ഥാനക്കയറ്റം, പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വിധിയാണ് വന്നു ചേരുക. കൂടാതെ സന്തോഷിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ നിസ്സംശയം പറയാം. കൂടാതെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ വിഷമങ്ങൾ അകലുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ലാഭം വർദ്ധിക്കുന്ന ഒരു സമയമായി തന്നെ പറയാം. കൂടാതെ ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും, അത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആലസ്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. കൂടാതെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. അതിനാൽ പൊതുവെ ഭഗവാന്റെ കടാക്ഷത്താൽ അനുഗ്രഹം വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത്. സാമ്പത്തിക സ്ഥിതി വളരെയധികം ഗുണകരമായി മാറും. സാമ്പത്തിക സ്ഥിതി മോശമാവില്ല എന്ന് തന്നെ പറയാം. സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയധികം പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ സമയം തൊഴിലിൽ ഉയർച്ച നേടുന്നതിനാൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും ആലസ്യം ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം അകന്ന് കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ചെറുകിട സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിലും ഭഗവാന്റെ കടാക്ഷത്താൽ കാലം അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കുക. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലേക്ക് പ്രധാനപ്പെട്ട ചില ചുമതലകൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇവർ ആഗ്രഹിക്കുന്ന പോലെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. പൊതുവെ വിശാഖം നക്ഷത്രക്കാർക്ക് കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഇഷ്ടവസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് അത് മക്കളുടെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ശുഭകരമായ തീരുമാനങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടത്. തീർച്ചയായും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വീട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അകലങ്ങളിൽ കഴിയുന്നവർക്ക് അനുകൂലം തന്നെയാണ് ഫലം. കൂടാതെ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ്, കാത്തിരിക്കുന്നവരാണ് എങ്കിൽ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ പഴയ വീട് മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതിയ വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വാങ്ങുവാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഈ സമയം ഊഹക്കച്ചവടത്തിൽ നിന്നും നേട്ടങ്ങൾ വന്നു ചേരും. വീട്ടിൽ തീർച്ചയായും ഐക്യം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ഭഗവാനെ ആരാധിക്കുകയും തീർച്ചയായും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ തീർച്ചയായും ചെയ്യുക. ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു. മൂല നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ധനുമാസത്തേക്കാൾ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട സമയമാണ് ഭഗവാന്റെ കടാക്ഷത്താൽ ഈ മാസത്തിൽ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മാനസികമായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള ദുരവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്.
മറ്റുള്ളവരുടെ പല പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഇനി ജീവിതത്തിൽ വരുമ്പോൾ അതേക്കുറിച്ച് 2 വട്ടം നിങ്ങൾ ആലോചിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. പരസ്പരമുള്ള പ്രശ്നങ്ങൾ തുറന്ന സംഭാഷണത്തിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളെ പിന്തുണ ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് പുതിയ ഊർജം തന്നെ പകർന്നു നൽകും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. ഈ സമയങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അപകടങ്ങൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാകുന്നു. ചതയം നക്ഷത്രക്കാർക്ക് വളരെയധികം ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ ജീവിതത്തിൽ വളരെ തർക്കവിഷയമായിരുന്ന കാര്യങ്ങൾ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭൂമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. വ്യവഹാരങ്ങളിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അതായത് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹോദരി സഹോദരന്മാരുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരും. ജോലിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. ആദായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഇഷ്ടജനങ്ങളുമായി ബന്ധപ്പെട്ട് യാത്ര പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നമായ ചിലവ് അതല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നേർവഴിയിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പ്രധാനമായും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ദോഷങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ അകന്നു പോകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. മാനസികമായി വളരെയധികം ഉന്മേഷം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സഹോദരരായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല തർക്കങ്ങളും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യവും ഓർക്കുക. പുതിയ രീതിയിലുള്ള പദവികൾ, സ്ഥാനമാനങ്ങൾ എന്നിവ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആദായം അല്പം വർദ്ധിക്കുന്ന അഥവാ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസരമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ചില ഗുണാനുഭവങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് വിനോദയാത്രകൾക്ക് സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഔദ്യോഗികമായ പല യാത്രകളും ചെയ്യേണ്ടതായി വരും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും ഭഗവാന്റെ കടാക്ഷത്താൽ അകന്നു പോകുന്നു എന്ന പ്രത്യേകതയാണ് ഇവർക്കുള്ളത്. ഇവർ ഭഗവാനെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഇവർ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ തന്നെ തീർച്ചയായും ഇവർ ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ബിസിനസ് പരമായും വളരെയധികം സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനുള്ളത്. ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.